ഡിയേഴ്സ്, അപ്പോൾ നമുക്കിന്ന് കൂന്തൽ ഫ്രൈ ഉണ്ടാക്കുന്നതെന്ന് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ കൂന്തൽ നന്നായി കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു കുക്കറിലിട്ടെടുത്ത് അതിനൊരു 3 വിസിലടിയുന്നത് വരെ വേവാൻ വെക്കുക. ആ ടൈമിൽ നമ്മൾ ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ അരിഞ്ഞു വെക്കണം. അതിനുശേഷം ഒരു ഫ്രൈ പാൻ എടുക്കാം. ആ ഫ്രൈ പാനിലേക്ക് നമ്മൾ കടുക്, ജീരകം, ഉലുവ ഇതൊക്കെ ഇട്ട് പൊട്ടിക്കാം. അത് ഇട്ട് പൊട്ടുന്ന ഒരു ടൈമിൽ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ഉണ്ടല്ലോ, ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടല്ലോ, ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി എന്ന് വെച്ചാൽ നന്നായിട്ട് അതിൻ്റെ പച്ച ഒരു ചൊയയും മണമൊക്കെ ഉണ്ടാവില്ലേ, അത് പോകുന്നത് വരെ നന്നായി വഴറ്റിയിട്ട് ഇരിക്കണം. അപ്പോൾ ഈ ടൈമിൽ തന്നെ ഇത് വഴണ്ട് വരുന്നൊരു ടൈമിൽ നല്ലൊരു ആ പച്ച ചൊയയും മണമൊക്കെ പോകുന്നൊരു ടൈമിൽ നമ്മൾ കൊത്തി അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ, ഉള്ളി അതായത് നമ്മൾ ഉള്ളി എന്ന് പറയും, ശരിക്കും സവാള ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. ആ ടൈമിൽ തന്നെ കൂടെ തന്നെ തക്കാളിയും ഇട്ട് കൊടുക്കണം. ഉള്ളി ബ്രൗൺ കളർ ആയതിന് ശേഷമോ വഴണ്ടതിന് ശേഷമോ അല്ല, അതിൻ്റെ കൂടെ തന്നെ തക്കാളി ഇട്ട് കൊടുക്കണം. തക്കാളി ഉള്ളി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയിട്ട് ആ ഉള്ളിയുടെ കളറുണ്ടല്ലോ അതൊരു നല്ല കണ്ണാടി പോലെ തെളിഞ്ഞു വരൂലേ, ഗോൾഡൻ കളറൊന്നും ആവാണ്ട് നല്ല വഴണ്ട് വന്നിട്ട് നല്ല കണ്ണാടി പോലെ തെളിഞ്ഞു വരുന്ന സമയം അതിനകത്തോട്ട് നമ്മൾ ഈ തേങ്ങ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില, പച്ചമുളക് ഇടുന്നവർക്ക് പച്ചമുളക് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. അതൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കണം. ഇളക്കിയിട്ട് നല്ലൊരു കുറച്ചും കൂടെ ഒരു തേങ്ങ ഒരു വാടി വരുന്നൊരു ടൈമില്ലേ, കളറൊന്നും ചേഞ്ച് ആവേണ്ട ആവശ്യമൊന്നുമില്ല. തേങ്ങ ഒരു വാടി വരുന്നൊരു ടൈമിൽ നമ്മൾ ആവശ്യത്തിനുള്ള മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടി നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാൻ ചേർക്കുന്നത് മുളക് പൊടി, മഞ്ഞൾ പൊടി, ഉപ്പുമാണ്, കുരുമുളക് പൊടിയും. അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി അതൊക്കെ ചേർത്ത് കൊടുക്കുക. അതൊക്കെ ചേർക്കുന്നതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾ കൂന്തൽ റോസ്റ്റിൻ്റെ കളർ വരുന്നത്. ഇപ്പോൾ കാശ്മീരി മുളക് പൊടി കൂടുതൽ ചേർക്കുമ്പോൾ റെഡ് കളറായിരിക്കും, അതെല്ലാം മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ ഒരു ബ്രൗൺ കളറായിരിക്കും. അത് നിങ്ങൾ ചേർക്കുന്ന മസാലയ്ക്ക് അനുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ചിരിക്കുന്ന കൂന്തലുണ്ടല്ലോ, അതായത് മഞ്ഞൾ, മുളക്, ഉപ്പ് ഇട്ടിട്ട് നന്നായി കുക്കറിൽ വേവിച്ച ഈ കൂന്തൽ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കൂന്തൽ വേവിക്കുമ്പോൾ വെള്ളം ഉണ്ടാവും, ആ വേവിച്ച വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. ആ ടൈമിൽ നിങ്ങൾ ഉപ്പൊക്കെ നോക്കണം, കാരണം നമ്മളെല്ലാത്തിലും ഉപ്പ് ആദ്യം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ നോക്കി ആവശ്യത്തിനാണെങ്കിൽ നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ആ വെള്ളം ഒന്ന് വറ്റി വരുന്ന ടൈമിൽ നിങ്ങൾ മല്ലിയിലയും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ആ വെള്ളം നിങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ഡ്രൈ ആക്കി എടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക, കാരണം കൂന്തൽ കയ്യിൽ കിട്ടിയാൽ എന്ത് ഉണ്ടാക്കേണ്ടതെന്ന് അറിയാത്തവർക്ക് പറ്റിയ ഡിഷ്. ഓക്കെ, താങ്ക് യു.